ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. സിറ്റുവേഷൻ വരാം, ഇൻറ്റൻഷൻ വരാം, ഫീലിങ്സ് വരാം, തോട്ട്സ് വരാം. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കായിട്ട് എടുക്കുന്നില്ല. അവരുടെ കറൻറ്റ് എനർജി എന്താണ് റിലേഷൻഷിപ്പിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനു മുൻപേ നമ്മൾ പഴയതുപോലെ തന്നെ കൗൺസിലിംഗ് കാര്യങ്ങളെല്ലാം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോളിലാണ് വരിക. 3 അവേഴ്സാണ് ഉണ്ടാവുക കേട്ടോ. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്? എയ്റ്റ് ഓഫ് പെൻഡക്കിൾ ആണ്. ഇത് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഇത്രയും നാളും എന്തോ ഒരു കഷ്ടപ്പാടിലൂടെ കടന്നു പോവുകയായിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. കരിയർ ബേസ് ചെയ്തിട്ടായിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ ഉണ്ടാവുന്ന സ്ട്രഗിളിങ് ആയിരിക്കാം. ഒരുപാട് നാളായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മെൻ്റലി എല്ലാം കൊണ്ടും അവർ കഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു അവസ്ഥ അവർക്ക് മാറി കിട്ടിയിട്ടുണ്ട്. അതിൽ അവർക്കൊരു പോസിറ്റീവായിട്ടുണ്ട്. ആ ഒരു എനർജി അവർക്ക് മാറിയിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ അവർ ഓവർകം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. കിങ് ഓഫ് സോർട്സ് ആണ്. ഒരു ഈഗോ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നടുവിൽ ഈഗോ ക്ലാഷസുകൾ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അവർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആൻഡ് അവർക്ക് താന്നു തരാനുള്ളൊരു മനസ്സില്ല എന്നുണ്ടെങ്കിൽ ആ ഈഗോയൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. കുറച്ച് മെച്ചുവേർഡ് ആയതുപോലെയാണ് കാണുന്നത്. ഓക്കെ, ചിന്താഗതിയൊക്കെ കുറച്ച് മെച്ചുവേർഡ് ആയതുപോലെ. പേജ് ഓഫ് പെൻഡക്കിൾ ആണ്. ഇപ്പം നിങ്ങൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത ആളുകളാണ്, മെസ്സേജ് ഇല്ല, കോളില്ല, ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം അവരുടെ കയ്യിൽ നിന്നും ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലോക്ക് ആക്കി വെച്ചതാണെങ്കിൽ ബ്ലോക്ക് അഴിക്കുന്നതായിരിക്കാം. അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ആണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ളത്. സൺ കാർഡാണ്. ഒരു റിയൂണിയൻ പോസിബിലിറ്റി. നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് റിയൂണിയൻ ഇവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾക്ക് റിയൂണിയൻ ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്തോട്ട് വളരെയധികം അട്രാക്ഷൻ ഈ പേഴ്സൺ ഇപ്പോൾ തോന്നുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഉണ്ടാകാം. അതായത് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങൾ ടിൻ ഫ്ലെയിം ജേർണിയിലായിരിക്കാം. അപ്പം നിങ്ങൾ തമ്മിൽ എന്തായാലും ഒരു സ്പിരിച്വൽ കണക്ഷൻ ഇവിടെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളടുത്ത് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഓക്കെ, റിയൂണിയൻ പോസിബിലിറ്റി ആണ്. ആൻഡ് അതേപോലെ തന്നെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉള്ളവർ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു റിയൂണിയൻ പോസിബിലിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വെളിച്ചം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഉണ്ടാകും. ഇപ്പം എത്ര നാൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയിരുന്നവരാണെങ്കിലും. കിങ് ഓഫ് കപ്സ് ആണ്. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തി ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങളുടെ മുന്നേ നിങ്ങൾ പരിചയപ്പെട്ടുള്ള ഒരാളെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരിക്കാം. അതായത് ഒട്ടും എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. പക്ഷെ ഇപ്പം കറൻ്റ്ലി ആ എനർജിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലാക്കാൻ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ പല കാര്യങ്ങളും ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ച് അവർക്ക് പെരുമാറാൻ അറിയാം എന്നുള്ളതാണ്. അതായത് മെച്ചുവേർഡ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ അവർ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. മേ ബി കുട്ടിത്തം നിറഞ്ഞ ഒരാളാണ് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ അതിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്.
ഇപ്പം എത്ര ഏജ് ഉള്ള ഒരാളാണെങ്കിലും ചില ആളുകൾക്ക് ഭയങ്കര കുട്ടിത്തമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഒട്ടും ഒരു മെച്ചുവേർഡ് ആയിരിക്കില്ല, അവരുടെ വർത്തമാനത്തിൽ ആ മെച്ചുവേർഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ അവർ പക്വത കാണിക്കില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ അതൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ അവർ ബാലൻസ്ഡ് ആക്കുകയാണ്. മേ ബി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു രീതി ആയിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും ബാലൻസ്ഡ് ആക്കി കൊണ്ടുവരുന്നുണ്ട് അവരെന്നുള്ളതാണ്. 4 ഓഫ് പെൻഡക്കിൾ ആണ്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിച്ചു തരുന്നത്. അതായത് നിങ്ങളുടെ സ്നേഹം ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക, അത് എവിടെയും സ്പ്രെഡായി പോകാൻ പാടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പാടില്ല, അവരുടെ സ്ഥാനം വേറെ ആൾക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു തോട്ട്സ് ആണ് ഈ പേഴ്സൺ കേട്ടോ. അതിനനുസരിച്ച് അവർ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൺ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ റീസൺ ഇവർക്ക് ഇങ്ങനെയുള്ള തോട്ട്സ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അത് നിങ്ങളടുത്ത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. 2 ഓഫ് കപ്സ് ആണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്, സോൾ കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അതായത് ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ 2 ഓഫ് കപ്സ് ആണ്. ഇതൊരു സോൾമേറ്റ് കാർഡാണ്. മേ ബി നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം. മനസ്സിലാക്കുക, ഒരു സോൾ കണക്ഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നും പിരിഞ്ഞു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എത്രയൊക്കെ ഡിസിഷൻ എടുത്ത് മാറി നിന്നാലും പിന്നെയും ഈ റിലേഷൻഷിപ്പിലേക്ക് തന്നെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതിപ്പം റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള സോൾ കണക്ഷൻസ് വരും. കാർമിക് ആയിരിക്കാം, ടോക്സിക് ആയിരിക്കാം, അങ്ങനെ ഏത് വേണമെങ്കിലും ആയിരിക്കാം. ഓക്കെ, അപ്പം അതിനനുസരിച്ചായിരിക്കും. കാർമിക്കൊക്കെ ആണെങ്കിൽ മേ ബി അത് എൻഡ് ആവാനുള്ളതായിരിക്കാം. അപ്പം മനസ്സിലാക്കി ആ സിറ്റുവേഷൻസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. 10 ഓഫ് വാൻസ് ആണ്. ഇവർക്ക് ഒരുപാട്, ഇത് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, ഒരുപാട് സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, അവർ ഒരുപാട് ബാധ്യതകൾ ഏറ്റെടുത്ത് നടക്കുന്നത് പോലെ. മേ ബി അത് ഫാമിലിയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നൊരു സ്ട്രെസ് ആയിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾ അവരെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്ന്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന സ്ട്രെസ് ആയിരിക്കാം. എന്തൊരു ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ട്. അവർക്ക് ഭയങ്കര ബാധ്യതകളായിരുന്നു ഉണ്ടായിരുന്നത്, താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അവരുടെ ബാധ്യതകൾ എന്നുള്ളത് കാണുന്നുണ്ട്. സോ ഇത് നമുക്ക് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ആ സിറ്റുവേഷനും അവർക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് ഓവറോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് ഒക്കെ, തുടക്കം പറഞ്ഞതുപോലെ സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസിനൊക്കെ ഇപ്പോൾ ഒരു അവസാനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചാരിയറ്റാണ്. ഇത് നിങ്ങളിലേക്ക് വീണ്ടും എഗെയിൻ അവർ വരുന്നു, പ്രപ്പോസലായിട്ട് അവർ വരുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. പ്രപ്പോസലായിട്ട് വരുന്നു എന്ന് കാണിക്കുന്നതാണ്. അതായത് നിങ്ങൾക്കൊരു റിയൂണിയൻ ഇവിടെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെയാണ് അവരെ തെറ്റ് ചെയ്തതെങ്കിൽ അവർ നിങ്ങളെ പിന്നെയും പ്രപ്പോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പിന്നെയും നിങ്ങളടുത്തോട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിന് വരുന്ന ഒരു അവസ്ഥ. ഓക്കെ, സ്വീകരിക്കേണ്ടതും സ്വീകരിക്കാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടമാണ്. എഗെയിൻ അവർ ഒന്നും കൂടി വരുന്നൊരവസ്ഥ. സ്ട്രെങ്ത് കാർഡാണ്. ഇപ്പം അവർക്ക് എന്തായാലും പവർ ഉണ്ട്, അവർക്ക് ഓൾറെഡി ഇപ്പോൾ അവർ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കാർഡ്സിലും തന്നെ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾ ബിഹേവ് ചെയ്യുന്ന പോലെയാണ് ഇപ്പം ആ പേഴ്സൺ കറന്റ് നിൽക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അവർക്കുണ്ട്. എംബ്രസ് കാർഡാണ്. ഇത് അവർ വളരെ 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 വലുതായി എന്നുള്ള ഒരു ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏജൊന്നും, പക്വതയുടെ കാര്യത്തിൽ ഏജൊന്നും ഒന്നുമല്ല. ചിന്താഗതി, അതുപോലെ തന്നെ സംസാരിക്കുന്ന രീതി, ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതിലെല്ലാം തന്നെ പക്വത വരുന്നതാണ്. അപ്പം ഇങ്ങനെയൊന്നും പലതിലും ഇല്ലാത്തൊരാളാണ്. ചിലപ്പം നല്ല രീതിക്ക് കുടുംബം നോക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പം അവർ പറയുന്നതിലോ അല്ലെങ്കിൽ ചെയ്യുന്നതിലോ പക്വത ഇല്ലാത്തതായിരിക്കാം പല കാര്യത്തിലും. അപ്പം മനസ്സിലാക്കുക, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ എത്ര ഏജുള്ള ഒരാളാണെങ്കിലും, എത്ര വലിയ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ എല്ലാം ഉള്ള ഒരാളാണെങ്കിലും, ഇപ്പോഴാണ് അവർക്ക് ആ ഒരു മെച്യൂരിറ്റി വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു എല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു ബോധം വരുന്നത് ഇപ്പോഴാണ്. അവസാനമായിട്ട് 2 കാർഡ്സും കൂടെ 6 ഓഫ് സോർട്സും അതുപോലെ 4 ഓഫ് കപ്സും ആണ്. ഓക്കെ, ഇത് കൂടുതലായിട്ടും സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അതായത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, അതായത് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മൂവ് ചെയ്യാണ്, അതാണ് നിങ്ങളുടെ റീസൺ, സെപ്പറേഷൻ റീസൺ എന്നുണ്ടെങ്കിൽ അവർ മനസ്സില്ലാ മനസ്സോടെയാണ് മൂവ് ചെയ്യുന്നത്.
അതായത് ഞാൻ പോകണമല്ലോ അല്ലെങ്കിൽ ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത്. ഒരിക്കലും സന്തോഷത്തോടെയോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഒരു പോക്കൊന്നും ആയിട്ടല്ല ഇവിടെ കാണുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, 4 ഓഫ് കപ്സ് ഉണ്ട്. ഇത് ഇപ്പോഴും അവർക്ക് സ്നേഹം കൊടുക്കാൻ ആളുകളുണ്ട്, പക്ഷെ അവർക്ക് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒപ്പം വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ അത്രയൊന്നും അവർക്ക് ആര് തരുന്ന സ്നേഹത്തിനോടും അവർക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അതായത് നിങ്ങളുടെ സ്നേഹമാണ് ഹൈ ലെവലിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അത്രയും ഫീൽ ചെയ്ത് തോന്നുന്നത്, ഉള്ളിൽ തട്ടി തോന്നുന്നത് നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹമാണ്. ഒരുപാട് പേര് സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് അതൊന്നും വേണ്ട. വേറെ പ്രപ്പോസൽസ് വരുന്നുണ്ട്, പക്ഷെ അതും അവർക്ക് വേണ്ട. നിങ്ങൾ സ്റ്റിൽ നിങ്ങൾ എന്നെ മതി എന്നുള്ളൊരു എനർജിയിലാണ് അവരിയ്ക്കുന്നത്. ഓക്കെ, അപ്പം ചിലപ്പം നിങ്ങൾ കുറേ നാളായിട്ട് കോണ്ടാക്റ്റ് ഒന്നുമില്ല, ഇത്രയും സ്നേഹമുള്ള ഒരാളാണ്, എന്തുകൊണ്ട് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ പേഴ്സൺ മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എഗെയിൻ പിന്നെയും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് എന്തിനാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ടായിരിക്കും അവർ കോണ്ടാക്ട് ചെയ്യാത്തത്. പിന്നെ ചില ആളുകൾക്ക് ബ്ലോക്ക് എനർജി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു എനർജി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല, ഇങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണം എന്നറിയില്ല. അപ്പോൾ അവർ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അവർക്ക് ഡിസിഷൻ എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. പെട്ടെന്ന് തന്നെ ചോദിച്ച പാട് ഡിസിഷൻ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക നിങ്ങൾ. ഓക്കെ, കാരണം അങ്ങനത്തെ കമൻസ് വരാറുണ്ട്, ഇത്രയും സ്നേഹമുള്ള ഒരാൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നുള്ളത്. എനർജികൾ പലതരത്തിലാണ്, നമ്മളുടെ മൈൻഡുകൾ പോകുന്നത് പലതരത്തിലായിരിക്കും. സോ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കണമെന്നില്ല. കുറച്ച് സമയം അനുവദിച്ചു കൊടുക്കുക, റിലാക്സ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നടക്കാനുള്ള സമയം അനുവദിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.